ഹായ് ഹലോ ഗായ്സ്, ഇപ്പം നമ്മളെല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റുമോ? അതെ, തൃശ്ശൂർ ചമയം കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോണേ. മാമൻ്റെ മക്കളും അമ്മയും അച്ഛനും ഞാനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് പിന്നെ നടന്നാണ് ഗൈസ് നമ്മൾ പാർമേക്കാൻ്റെ അവിടേക്ക് പോയത്. ക്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരും ബോധം പോയി. ദൈവമേ, ഇത്രയും വരി നിന്നിട്ട് വേണ്ടത് നമ്മൾ ആ സമയത്തിൻ്റെ അവിടേക്ക് എത്താമെന്ന് ആലോചിച്ചു. പക്ഷെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആ വരിയുടെ പിന്നിൽ പോയി നിന്നു ഗൈസ്. പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചൂടാണ് ഗൈസ്. രാത്രിയായിട്ട് പോലും ഒരു തുള്ളി തടവ് പോലും ഉണ്ടായിരുന്നില്ല ഗൈസ്. നല്ല തിരക്കായതുകൊണ്ടായിരിക്കും നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്താ നോക്കുന്നതെന്നല്ലേ, അതെ, ആ തിരക്ക് കണ്ട് നോക്കിയതാണ് ഗൈസ്. പിന്നെ നമുക്ക് ബോറടിക്കില്ലായിരുന്നു കേട്ടോ, കാരണം കാണാനായിട്ട് അത്യാവശ്യം കാഴ്ചകളുണ്ടായിരുന്നു. കാരണം ഈ ആനക്കുട്ടന്മാരിങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാനും, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ്സ് അടിപൊളിയായിരുന്നു. വടക്കുനാഥൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ശരിക്കും ജനപ്രവാഹം എന്ന് പറയില്ല, അതേപോലെ എക്സിബിഷൻ്റെയും അങ്ങോട്ട് പോകണേൻ്റെ ഇങ്ങോട്ട് പോകണേൻ്റെ തിരക്ക്, വണ്ടികളുടെ തിരക്ക്. പിന്നെ നമ്മൾ ഗേൾസ് ശ്രദ്ധിച്ച് കാണും ഗൈസ്. ഞാൻ ഈ സൂം ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതെ, ഈ പോലീസുകാർ തന്നെയായിരുന്നു, ചെറുപ്പം പോലീസുകാരായിരുന്നു കേട്ടോ. അവിടെ കോർഡിനേറ്റ് ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് തരാനും എല്ലാത്തിനും നിന്നിരുന്നേ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്യൂ കഴിഞ്ഞു പോയത് ഞങ്ങളും അറിഞ്ഞില്ല. പിന്നെ ഈ പിള്ളേർ കൊണ്ടുവന്നൊരു കളിയുണ്ട് ഗൈസ്, ഇമ്പോസ്റ്റർ. നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഗെയിമും കളിച്ച് നടന്നപ്പോൾ തന്നെ അതെ ചമയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി ഗൈസ്. ഇത്രയും നീണ്ട ക്യൂവിനൊടുവിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കിട്ടി ഗൈസ്. അപ്പം തന്നെ കുറച്ച് സമാധാനമായിട്ടോ. പിന്നെ എന്താ പറയുക, കണ്ണിന് കുളിർമ തരുന്നൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അതിമനോഹരമായ കുടകളായിരുന്നു കാണാനായിട്ട് ഡേ. അപ്പോൾ ഗൈസ്, ഇവരാണ് നമ്മുടെ മാമൻ്റെ മക്കൾ കേട്ടോ. അരുണി, ആരതി, ഇതാ അത് നമ്മുടെ അക്കു. അതെ ഗൈസ്, വേറെ രണ്ടാൾക്കാരും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അതെ, ഇതുണ്ടല്ലോ, ഇതാണ് നമ്മുടെ അമ്മ. അപ്പുറത്തൊരാളും കൂടി ഉണ്ട്, അതാണ് നമ്മുടെ അച്ഛൻ. ദേ ഇത് ഞാൻ. ഈ തൃശ്ശൂർ ജനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാനാ നടന്നു പോകുമ്പോൾ ആലോചിച്ചാട്ടോ. എന്തോരം ആൾക്കാരെ വന്നേ നോക്ക്, ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ എന്താന്ന് വെച്ചിട്ടാ, നമ്മുടെ നാളത്തെ ഗജവീരന്മാർക്കായിട്ടുള്ള അലങ്കാര വസ്തുക്കളാണ് കേട്ടോ. നെറ്റിപ്പട്ടവും ആനവട്ടവും വെഞ്ചാമരവും കളറും കോട്ടക്കളും, എന്താ രസം. പിന്നെ എന്താ, നമ്മുടെ കണ്ണിലെ എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് ഈ ആനക്കുട്ടന്മാർ. നാളത്തെ ആൾക്കാരാട്ടോ ഇവരൊക്കെ. ഈ ചമയം കഴിഞ്ഞിട്ട് പിന്നെ ഈ തിരക്കിലേക്ക് ഇവർ എവിടേക്കാണ് പോണേന്നല്ലേ. അതെ, എന്തായാലും ഇവിടം വരെ വന്നില്ലേ, ഇനിയിപ്പോൾ നാളത്തെ ഗജവീരന്മാരെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതേ. നമ്മൾ ആനക്കോട്ടയുടെ അവിടേക്കും കൂടെ വന്നു. എല്ലാവരും നല്ല ഉഷാറാണ് കേട്ടോ ഗൈസ്. എന്താ പറയുക, ഇത്രയും ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കല്ലേ, അപ്പം പിന്നെ അവർക്ക് ഉഷാറാവാതിരിക്കാൻ പറ്റുമോ. പിന്നെ ഇതാ വരുന്ന കണ്ട ഒരു കൊമ്പനെ, എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയോ. ഞാനിങ്ങനെ ഇതിലിങ്ങനെ ലയിച്ച് നിന്ന് പോയി. എൻ്റെ അടുത്ത് കൂടെയാണ് പോയത്, ചെറുതായിട്ടൊന്ന് മേടിച്ചു. പിന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായി ഗൈസ്. പിന്നെ നമ്മൾ തിരുവമ്പാടിയുടെ കാണാൻ പോയില്ല കേട്ടോ, നമുക്ക് തീരെ പറ്റാണ്ടായപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെള്ളം മേടിക്കാൻ, കപ്പലണ്ടി മേടിക്കാൻ, പിന്നെ ഈ സാധനം മേടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ അത് എക്സിബിഷൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പുൽത്തരികളുണ്ടായിരുന്നു, അവിടെ നമ്മളെല്ലാവരും റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. വടക്കുനാഥൻ്റെ ഇതിനെ നടന്നിട്ട് നമ്മുടെ റൗണ്ടിലൂടെ മൊത്തം നമ്മൾ റൗണ്ട് അടിച്ചു, പന്തലെല്ലാം കണ്ടു. ദേ അമ്മ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഇതൊക്കെ എടുത്ത് കഴിയട്ടെ എന്നുള്ള രീതിക്ക് അച്ഛനവിടെ നിൽക്കായിരുന്നു. നടന്ന് വയ്യാണ്ടായിട്ടോ. വയ്യാണ്ടായി കുറച്ച് നമ്മൾ ആ സമയം കാണിക്കാം. ആദ്യമായിട്ടല്ലേ അമ്മേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിരുന്നു, സൂപ്പർ. അതിൽ തന്നെ ഗൈസ് വയ്യായിക. അതെ ഗൈസ്, നമ്മുടെ പിള്ളേർ ആദ്യമായിട്ടാണ് ആനച്ചമയം കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അവർ എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, ബൈ.